അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എന്നോട് ഇന്നൊരു മുസ്ലിയാർ ഒരു വെല്ലുവിളി നടത്തി. അദ്ദേഹം ഹുസൈൻ സലഫി ഉമർ മൗലവിയുടെ കറാമത്ത് പറയുന്ന ഒരു ക്ലിപ്പ് കാണിച്ച് കൊണ്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നിന്റെ യൂട്യൂബ് ചാനലിൽ നീ അത് അപ്ലോഡ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, ധൈര്യത്തിന് എന്താ പ്രശ്നം, നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്ന രീതിയിൽ തന്നെ ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്തു. എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ, സമസ്തായിസത്തിലെ പുരോഹിത വർഗം, ഈ കുബൂരി പുരോഹിതന്മാർ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് നേരെ, പ്രബോധകർക്ക് നേരെ പച്ച നുണകൾ സമൂഹത്തിന്റെ മുന്നിൽ വെച്ച് കാച്ചാറുണ്ട്. പ്രവാചകൻ സാധാരണ മനുഷ്യനാണ് എന്നും പ്രവാചകനെ ഇവർ അംഗീകരിക്കില്ല എന്നും അതുപോലെ തന്നെ കറാമത്ത് നിഷേധികളാണ് എന്നും മുഅ്ജിസത്ത് നിഷേധികളാണെന്നും മഹാന്മാരെയൊക്കെ നിന്ദിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആരോപണങ്ങൾ ഇവർ നിരന്തരമായി വെച്ച് കാച്ചാറുണ്ട്. എന്നാൽ ചിലതൊക്കെ മുസ്ലിയാക്കന്മാർ തന്നെ പൊളിക്കാറുമുണ്ട്. ചിലതൊക്കെ മുസ്ലിയാക്കന്മാർ തന്നെ തവിട് പൊടിയാക്കാറുണ്ട്. പല വിഷയങ്ങൾ ഇപ്പോഴും പലതും ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പലതും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമായിട്ട് ഇതും ഞാൻ കാണുന്നുള്ളൂ. ഇവിടെ സിദ്ദീഖുൽ മിസ്ബാഹി ക്ലിപ്പ് ഷെയർ ചെയ്തതോടെ ഹുസൈൻ സലഫിയുടെ കൂടെ കറാമത്തായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. ഉമർ മൗലവിയുടെ കറാമത്തായി ഹുസൈൻ സലഫി പറഞ്ഞ വിഷയം ഇവിടെ മുസ്ലിയാക്കന്മാർ ഷെയർ ചെയ്യുന്നതിലൂടെ, സിദ്ദീഖുൽ മിസ്ബാഹിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ ഷെയർ ചെയ്യുന്നതിലൂടെ ഹുസൈൻ സലഫിയുടെ കൂടെ കറാമത്തായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. നമുക്ക് സിദ്ദീഖുൽ മിസ്ബാഹിട്ട വീഡിയോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ കാണാം. അതാണ് മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാഹ് അവിടുത്തെ മരണത്തിന്റെ ശേഷം അതാ ഒരു കറാമത്ത് എന്ന നിലക്ക് തന്നെ, അതാ അവിടുത്തേക്ക് കിട്ടിയ ഒരു ആദരവെന്ന നിലക്ക് തന്നെ ഇന്ന് മുസ്ലിയാക്കൾ അത് സമ്മതിക്കുന്നു. ഉമർ മൗലവിയുടെ വിശ്വാസം എന്താണ്? നബി തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയാൻ പാടില്ല, നബി തങ്ങൾ കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറയാം. കണ്ടില്ലേ സഹോദരൻ, ഇതിനടിയിലുള്ള ടെക്സ്റ്റ് എന്താണ്? ഉമർ മൗലവിച്ചന് മരിച്ച ശേഷം കറാമത്തുണ്ടായി എന്ന് ഹുസൈൻ ചലപ്പി മൗലവിച്ചൻ നബിമാർക്കും ഔലിയാക്കൾക്കും ഉണ്ടാകും എന്ന് പറഞ്ഞാലേ ഈ വഹാബി ഖുറാഫികൾക്ക് പ്രശ്നമുള്ളൂ. അപ്പോൾ സിദ്ദീഖുൽ മിസ്ബാഹിന്റെ ആ രോഗത്തിനുള്ള മറുപടിയാണ്. ഇനി അദ്ദേഹം ഈ ക്ലിപ്പ് ഇട്ടതിന് ശേഷം എന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. നമുക്ക് അതാണ് ഇനി കാണാനുള്ളത്. എന്താണ് വെല്ലുവിളിക്കുന്നത്? അദ്ദേഹം ഇവിടെ, ഞാൻ അതിനെ കുറിച്ചിട്ട് ആ വീഡിയോ ടാഗ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. കത്തിച്ചതോ മറ്റേ ഹോട്ടൽ മുസ്ലിയാരെ ആ പറഞ്ഞ സംഭവം ഈ പറഞ്ഞ സംഭവം വ്യത്യാസമുണ്ട്. നിങ്ങൾ സാറിനെ കാണിച്ച് സൂറിനെ കിട്ടിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്ത്. നിങ്ങൾ മുകളിൽ ഞാൻ ലിങ്ക് ഇട്ടില്ല, അതൊന്ന് ഫുള്ള് കേൾക്കും. വണ്ടി കത്തിച്ചതോ മറ്റേ ഹോട്ടൽ കത്തിച്ചതോ പിന്നെ എന്താ പറയുക ആളെ കൊന്നതോ പ്രാന്തനാക്കിയതോ ഒന്നും അല്ല പറയുന്നത്. നിങ്ങൾ പ്രവാചകൻ കേവലം സഹോദര മനുഷ്യനാണെന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ഉമർ മൗലവിയുടെ പുസ്തകത്തിനെടുത്ത് ആര് വായിച്ചത്? പേരോട് ബ്രഹ്മൻ സഖാഫി വായിച്ചത്. അതിനെക്കുറിച്ച് പറയുന്നതാണ്. അവിടെ ഈ പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ആ ഗ്രൂപ്പിൽ അത് പറയുന്നുണ്ട്. ഈ പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് മുജാഹിദുകൾ പറയുന്നുണ്ട്. പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് മുജാഹിദുകൾ പറയുന്നുണ്ട് എന്നൊക്കെ കേരളത്തിന്റെ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെ കുബൂരി പുരോഹിതന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചൊരു വിഷയമുണ്ട്. എന്നാൽ നമ്മുടെ പേരോട് അന്ത്രമാൻ സക്കാഫി പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ ഞാനൊരു പുസ്തകം കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നീട്ടി വയല് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ മനുഷ്യൻ കാഫിറാണ് എന്ന് ഉമർ മൗലവിയുടെ സെൽസബീലിലുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, എന്റെ കയ്യിൽ ആ പുസ്തകം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് ഹുസൈൻ സലഫി ഈ സംഭവം പറയുന്നത്. മുജാഹിദുകൾക്ക് നേരെ ഊണിലും ഉറക്കിലും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പുരോഹിത വർഗം അവരുടെ വായിൽ നിന്ന് തന്നെ ഈ രീതിയിലുള്ള ഒരു വാദം വരുമ്പോൾ അത് സ്വാഭാവികമായും ഈ രീതിയിലൊരു പരാമർശം ഹുസൈൻ സലഫി നടത്തി. അദ്ദേഹത്തിന്റെ ഉമർ മൗലവിയുടെ ഒരു കറാമത്ത് പോലെ അദ്ദേഹം അത് പറയുന്നുണ്ട്. അതിന്റെ പൂർണ്ണ രൂപം നമുക്ക് കാണാം. അതിനിടയിൽ ഇത് ഈ പറയുന്ന സംഭവം, ഈ ക്ലിപ്പ് കാണിച്ചിട്ട് ഞാൻ അവിടെ പറഞ്ഞു, ഈ ക്ലിപ്പ് സൂപ്പർ ഉണ്ട് എന്ന് പറഞ്ഞു. എന്തേ, ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരികയാണ് ഇവിടെ സിദ്ദീഖുൽ മിസ്ബാഹി ചെയ്തത്. മനസ്സിലായല്ലോ? എന്നിട്ട് ഞാൻ ആ ഇട്ടതിന് അവരൊരു റിലിയും പാസ്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ താലേക്ക് വന്ന സിദ്ദീഖുൽ മിസ്ബാഹിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. നമ്മൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെ അല്ലെങ്കിൽ മടവൂർ സി എം വലിയുല്ലാഹിയെ പോലുള്ള അള്ളാഹുവിന്റെ, അതായത് നമുക്ക് പ്രത്യക്ഷത്തിൽ മുനീങ്ങൾ നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കിയ, ഇപ്പൊ നമുക്കറിയാം മഹാനായ സി എം വലിയുല്ലാഹിയുടെ കറാമത്തൊക്കെ നേരിട്ട് അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരുടെ കറാമത്തുകൾ ആരെങ്കിലും ബോധ്യപ്പെട്ട് സത്യസന്ധമായി പറയുന്നുവെങ്കിൽ അതൊന്നും വഹാബിക്ക് പറ്റൂല. ഈ സത്യസന്ധമായി പറയുന്നത് പിന്നെ വഹാബികൾക്ക് പറ്റൂല എന്ന്, സത്യസന്ധമല്ലാത്ത രീതിയിൽ പറയുന്നുണ്ട് എന്നാണ് ചെങ്ങായിയുടെ പറയാതെ പറഞ്ഞു വെച്ചത്.
CM മടവൂരിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന മൊത്തം കള്ളത്തരങ്ങൾ തന്നെയാണ്. നമ്മളാരും കറാമത്ത് നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. ചിത്തടി മീത്തൽ ഔക്കർക്കാനെ കുറിച്ച് നിങ്ങളെ വാദം തന്നെയാണ് മജ്ദൂബായ ഷെയ്ഖ്, ജദുബിന്റെ ഹാലിലാണ്, ചതിയിലൊരു വഞ്ചന എന്നൊക്കെ പറയുന്നത് പോലെ ചതിയിലൊരു വഞ്ചന എന്നൊക്കെ പറയുന്നത് പോലെയാണ് നിങ്ങൾ ഈ CM മടവൂരിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത്. അയാൾ പ്രാന്തന്മാരിലെ ഖേമനാണ് എന്നാ പറഞ്ഞത്. അന്നേരം ഏറ്റവും ടോപ്പ് പ്രാന്തനായിരുന്നു എന്നല്ലേ ഇതിന് അർത്ഥം വരിക? മൂച്ചിഭ്രാന്തനായിരുന്നു അല്ലെ മൂത്ത ഭ്രാന്തനായിരുന്നു എന്നല്ലേ വരിക? നിങ്ങൾ ആ രീതിയിലല്ലേ ഇയാളെ കുറിച്ച് പറഞ്ഞത്. നിങ്ങളെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറയുന്നില്ലേ? അതേപോലെ നിങ്ങളുടെ ഫത്താവ മുഹീസുൻ എഴുതിയ പൊന്മളക്കാരൻ പറയുന്നില്ലേ? അതേപോലെ നിങ്ങൾ എത്ര മുസ്ലിയാക്കന്മാർ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അയാൾ മജ്ദൂബായ ഷെയ്ഖായിരുന്നു, ജദുബിന്റെ ഹാലിലായിരുന്നു, ഭ്രാന്തന്മാരിലെ ഖേമനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോ ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ തള്ളി വിടുകയാണ്. എന്തൊക്കെ കറാമത്ത് എന്ന് പറഞ്ഞ് എന്തൊക്കെയാ പറഞ്ഞു വെച്ചത്? അപ്പോ സത്യസന്ധമായ അനുഭവത്തിലൂടെ UK മജീദ് മുസ്ലിയാർ പറഞ്ഞ കറാമത്ത് നമുക്കറിയാമല്ലോ. പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞ കറാമത്ത് നമുക്കറിയാമല്ലോ. മുള്ളൂർക്കര സക്കാഫി പറഞ്ഞ കറാമത്ത് നമുക്കറിയാമല്ലോ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ കറാമത്ത് നമുക്കറിയാമല്ലോ. എന്തൊക്കെ കറാമത്തുകളാ പറഞ്ഞു വെച്ചത്? എന്താ പറഞ്ഞു വെച്ചത്? ഇയാള് വേറൊരു ചങ്ങായി കാർക്കിച്ച് തുപ്പിയ ചുരുട്ടൊക്കെ വലിച്ചു തുപ്പി കാർക്കിച്ച് തുപ്പിച്ച് കഫവും ഇതൊക്കെ ആയി കിടക്കുന്ന പാത്രത്തിലുള്ള കഫവും അദ്ദേഹത്തിന്റെ തുപ്പലുമൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട്. ആര്? CM മടവൂര് കുടിച്ചിട്ടുണ്ട്. ഒറ്റ വലിക്കങ്ങ് കുടിച്ച് തീർത്തിട്ടുണ്ട്. വരണ്ടി എടുത്തിട്ടുണ്ട് എന്നാ ഒരു കുബൂരി പുരോഹിതൻ പറഞ്ഞത്. വീഡിയോ കാണണമെങ്കിൽ ഞാൻ കാണിച്ചുതരാ, പറഞ്ഞാ മതി. എന്നിട്ടോ അതൊക്കെ എടുത്ത് കുടിച്ച് 15 ദിവസം ബോധം കെട്ട് വീണിട്ടുണ്ട്. ആര്? CM മടവൂര്. CM മടവൂര് 15 ദിവസം ബോധമില്ലാതെ കടന്നു. ഇത് കറാമത്തല്ലേ? അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം നേർക്ക് നേരെ കണ്ട കാര്യമാ പറഞ്ഞത്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. മറ്റൊരു കറാമത്തുണ്ട്. എന്താണ്? CM മടവൂര് UK മജീദ് മുസ്ലിയാർ പറഞ്ഞതാണ്. എന്താണ്? ഈ പറയുന്ന CM മടവൂര് ചിത്തരിമീത്തൽ ഔക്കർക്കാരെടുക്കേക്ക് വെള്ളവും കൊണ്ടുപോയി. എന്തിനാണ്? മന്ത്രിക്കാൻ വേണ്ടി. വായിൽ വെള്ളം ഒഴിച്ചിട്ട് വായിക്കൗളി പറയുന്നില്ലേ, അങ്ങനെ കൗളിയിട്ട് അതിലേക്ക് തുപ്പിക്കൊടുത്തു. അത് എന്നിട്ട് ഈ പറയുന്ന മൊയിലാർ എടുത്ത് കുടിച്ചു. അനുഭവമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹോട്ടലിൽ കത്തിച്ച ഒരു ലോറിക്കാരന്റെ അനുഭവമാണ് പറഞ്ഞത്. എന്താണ്? മൂക്കറ്റം വിശന്നിട്ട് നിവർത്തിയില്ലാതെ ആയ ലോകം നിയന്ത്രിക്കുന്ന CM മടവൂര് ഒരുത്തൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോരാനുണ്ടാക്കി ഹോട്ടലിൽ പോയി മൂക്കറ്റം ഭക്ഷണവും കഴിച്ചിട്ട് അദ്ദേഹം സ്വാഭാവികം പൈസ ചോദിക്കുമല്ലോ. അങ്ങനെ പൈസ ചോദിച്ചപ്പോൾ പൈസയില്ല കൈമേ, അപ്പോൾ ഡ്രസ് ഊരി വാങ്ങി വെച്ചു എന്നൊക്കെ പറയുന്നത്. തലയിക്കെട്ടൊക്കെ ഉരി വെച്ചൊരു ട്രൗസറിലാക്കിയിട്ട് വിട്ടു. ആ ട്രൗസറിൽ കിടക്കുന്ന ട്രൗസറിൽ ഇട്ട് CM മടവൂര് പോയി ഒരു കല്ലിന്റെ മുകളിലെങ്ങാനും കടന്നു. ആ സമയത്ത് ഒരു ലോറിക്കാരൻ കാണുന്നു. ആ ലോറിക്കാരൻ ഹോട്ടലിൽ പൈസ കൊടുക്കാതെ നേരെ CM മടവൂരിന്റെ അടുത്തേക്ക് പോയി. എങ്ങനെ? അയാൾ കഴിച്ചതിന്റെ ഭക്ഷണം പൈസ കൊടുത്തു. പക്ഷെ CM മടവൂരിന്റെ എന്താ പ്രശ്നം അന്ന് ഹോട്ടലുകാരനോട് ചോദിക്കൊന്നും ചെയ്യാതെ നേരെ CM മടവൂരിന്റെ അടുക്ക പോയി CM മടവൂരിനോട് ചോദിച്ചു, പോരുന്നു എന്റെ കൂടെ? അപ്പോൾ അക്ഷരി ഭാഷയിൽ പറഞ്ഞു അത്രേ, പോരുന്നു എന്ന് പറഞ്ഞു പോലും. അങ്ങനെ ലോറിയിൽ കയറി. അങ്ങനെ ലോറിയിൽ പോയി. അങ്ങനെ കുറച്ചപ്പുറത്തും ഒരു ഡ്രസ്സ് വാങ്ങിച്ചു. ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഇട്ടിട്ട് ലോറിയിൽ കയറി ഇരുന്ന് തിരിഞ്ഞങ്ങോട്ട് നോക്കുമ്പോൾ ഹോട്ടൽ അതാ കത്തുന്നു. അതേപോലെ വേറൊരു കഥയും കൂടിയും പറയുന്നുണ്ട്. അതേപോലെ മറ്റൊരു കഥയും കൂടിയും പറയുന്നത്. എന്താണ് ആ കഥയില്? CM മടവൂര് മൈസൂർ റൂട്ടിലൂടെ ഇങ്ങനെ വരികയാണ്. അങ്ങനെ വിശക്കുന്നുണ്ട്, അല്ലാണ്ട് വിശപ്പാണ്, സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറുന്നു. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ടോ പൈസയില്ല കൊടുക്കാൻ. അപ്പോൾ എന്താണ്? അദ്ദേഹം തലപ്പാവയും കുപ്പായവും ഊരിവാങ്ങി വെക്കുന്നു. എന്താണ്? അതിന് തത്തുല്യമായത് അവിടെ നൽകണം എന്ന് പറഞ്ഞു എന്നാ പറഞ്ഞത്. അങ്ങനെ കുപ്പായം ഒക്കെ വാങ്ങി അവിടെ വെക്കുന്നു. പിന്നെ ഈ പറയുന്ന ഔക്കർഖാനെ പരിചയമുള്ള ഒരാൾ വരുന്നു. ഔക്കർഖാനെ കണ്ടു. ഔക്കർഖാനോട് ചോദിക്കുന്നു, എന്താണ് ഔക്കർഖാൻ നിങ്ങളെ പ്രശ്നം? അപ്പോൾ പറയുന്നു, ആ ഭ്രാന്തൻ അതിന് ഹോട്ടലുടമയെ കുറിച്ച് ഈ ഭ്രാന്തൻ പറയുകയാണ്. ആ ഭ്രാന്തൻ എന്റെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു വെച്ചു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഈ പറയുന്ന ഹോട്ടൽ ഉടമ ഭ്രാന്തനാകുന്നു. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് കറാമത്ത്. ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം പോലും. ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം. നമ്മൾ മുടിവെള്ളം കുടിച്ചിട്ടാണോ നടക്കുന്നത് കുബൂരി? ഇതൊക്കെ വിശ്വസിക്കാൻ. KM മൗലവിയുടെ ഈ കറാമത്തൊക്കെ പറയുമ്പോൾ ഒരു കുഴപ്പമില്ല. സ്വർഗത്തിലേക്ക് കുതിച്ച ചേതന എന്നാണ് ഇവരുടെ അൽമനാറിൽ ഇവർക്ക് ഈ മൗലവിയുടെ ഈ KM മൗലവിയുടെ മാലയായിട്ട് വന്നത്. അതാണ് സ്വർഗത്തിലേക്ക് കുതിച്ചു പോയി എന്നാ പറഞ്ഞത്. ഒരിക്കലൊക്കെ ശിർക്കുന്നാവല്ലോ വാദം. ഗുരു സ്വർഗത്തിലേക്ക് കുതിച്ച ചേതന എന്നൊക്കെ പറഞ്ഞാണ് പറയണത്. ഉമർമാല എന്താ ചെയ്യണ്ട്? ഒന്നും ചെയ്യാനില്ല. ആ പുസ്തകത്തിൽ വന്ന കാര്യം, അൽമനാറിൽ വന്ന കാര്യം ഞങ്ങൾ ആരും അംഗീകരിക്കുന്നൊന്നുമില്ല.
ഞങ്ങൾ നിങ്ങളെ പോലെയുള്ള ആളുകൾ പറയുമ്പോഴാണ് അങ്ങനെ ഒരു സംഭവം അതിൽ ഉണ്ടായിരുന്നു പറയുന്നത്. നിങ്ങളെ സെബീന കിതാബ്, നിങ്ങളുടെ മാല മൗലൂദുകൾ, അതുപോലെ തന്നെ നിങ്ങളെ പല ചവർ ഗ്രന്ഥങ്ങളും ഉണ്ട്. ഇതേപോലെ നിങ്ങൾ വലിയ സംഭവമായി വലിയ മഹത്വമായി ആളുകളൊക്കെ കൂട്ടി വലിയ ചെമ്പിൽ ചോറൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് ആടിപ്പാടി നാട്ടുകാരെ പറ്റിക്കുന്ന കുറെ മാലകളും മൗലൂദുകളും ഉണ്ടല്ലോ. ഇതുപോലെയൊന്നും ഞങ്ങൾ ആരും ഈ സാധനത്തിനൊന്നും എടുത്ത് നടന്നിട്ടൊന്നുമില്ല. അതിനെ കുറിച്ചിട്ട് പറയേണ്ടവർ പറയും ചെയ്തിട്ടുണ്ട്. ഈ ഉമർ മാല എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് പറയേണ്ടവർ പറയും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇതൊന്നും നമ്മളാരും അംഗീകരിക്കുന്ന സംഭവം എന്നല്ല. ഒരാളൊരു കവിത എഴുതി, ആ കവിതയിൽ പല അബദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇല്ലത് തന്നെയാണ്, നിഷേധിക്കുന്നില്ല. അങ്ങനെ ഒരു പുസ്തകത്തിൽ അൽമനാറിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള വരികളോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് ആ രീതിയിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ അതൊക്കെ വലിയ മാരയായി ഇവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ എത്തുമ്പോൾ ഇങ്ങനെ. എന്തിനാണ് മിസ്ബാഹി? നിനക്കെന്നെ അറിയുന്നതല്ലേ ഇതൊക്കെ? ജനങ്ങളെ കബളിപ്പിക്കുക. എന്നിട്ട് എനിക്കൊന്നും അറിയില്ല എന്നാ മൂപ്പര് പിന്നെ വർത്താനം. തനിക്കൊന്നും അറിയില്ല റമീലെ. താൻ പറഞ്ഞാലേ പഠിപ്പിച്ചതും എഴുതി വെച്ചതുമായ കറാമത്തുകൾ ഇവിടെ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായില്ലേ? തനിക്കെന്ന് പറഞ്ഞാൽ അതായത് താൻ അടച്ചിട്ട മുറിയിൽ ഇതുപോലെയുള്ള സുന്നത്യമായത്തിന്റെ ആലിമീങ്ങൾ പറയുന്നതും അതുപോലെ അവർ പ്രചരിപ്പിച്ചതുമായ വിഷയങ്ങൾ അടച്ചിട്ട മുറിയിൽ അവിടെ ഇവിടുന്ന് കെട്ടുമുറിച്ച് ക്ലിപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ഞാൻ ഇന്നേ വരെ ഇറക്കിയ ഏതെങ്കിലും വീഡിയോയിൽ ഏതെങ്കിലും ഒരു കുബൂരി പുരോഹിതന്റെ പ്രഭാഷണത്തിന്റെ അത്തലയും ഇത്തലയും മുറിച്ചുകൊണ്ട് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞത് തെളിയിച്ചാൽ അന്നത്തോടെ ഞാൻ ഈ പരിപാടി നിർത്തും. മിസ്ബാഹിനോടാണ് വെല്ലുവിളിക്കുന്നത്. അന്നത്തോടെ ഞാൻ ഈ പരിപാടി നിർത്തും. മനസ്സിലായല്ലോ? ബാക്കി പറയട്ടെ, എനിക്ക് ഒന്നും കൂടിയും പറയാനുണ്ട്. എന്നിട്ട് യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കുക. അന്നം മുട്ടൂല എന്റെ യൂട്യൂബിലെ വരെ. ഞാനൊരു ഗൾഫിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവനാണ്. എനക്കെന്ത് യൂട്യൂബിലെ വരുമാനം ചെങ്ങായി? ഞാനിവിടെ ഫ്രീ ടൈം ഉള്ളത് കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. തിരക്കായി കഴിഞ്ഞാൽ വീഡിയോ ഇല്ല, അത്രേ ഉള്ളൂ. നിങ്ങളുടെ കുബൂരി പുരോഹിതന്മാരുടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആര്? നിഷാദ് മുണ്ടേരി, മൊയ്തീൻ കാലിക്കറ്റ്, അങ്ങനെ നിരവധി ആൾക്കാർ നിങ്ങളുടെ കുബൂരി പുരോഹിതന്മാരുടെ സകല സംഭവം എടുത്ത് പുറത്തുകൊണ്ടിരുന്നത്. അവർക്കൊന്നും യൂട്യൂബിൽ എന്ത് വരുമാനം? നമ്മളിതൊരു ദൈവത്ത് ആളുകൾക്ക് നിങ്ങളുടെ കുബൂരിസം, നിങ്ങളുടെ ഈ ഷിർക്കും കുഫറും കലർന്ന ഈ പറയുന്ന സംഭവം അത് സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. യൂട്യൂബിൽ എന്ത് വരുമാനം ഉണ്ടാകട്ടെ? എങ്ങനെ വരുമാനം ഉണ്ടാകല്? ഈ പറയുന്ന കണ്ടന്റ് ഇടുന്നതിന് എനക്കെന്താ ടെക് വീഡിയോസ് ചെയ്യാൻ അറിയായിട്ടാ? അതുപോലെ തന്നെ മറ്റ് വ്ളോഗർമാർ ചെയ്യുന്ന പോലെ വീഡിയോ ചെയ്യാൻ അറിയായിട്ടാ? പൈസ ഉണ്ടാക്കണ കാലം ചെയ്താൽ പോരെ? ഈ പുരോഹിതന്മാരുടെ തട്ടിപ്പുകളെ കുറിച്ചും ഈ പുരോഹിതന്മാരുടെ തോന്നിവാസങ്ങളെ കുറിച്ചും ഇസ്ലാമിന്റെ പേരിൽ പച്ച നുണകൾ വെച്ച് കാച്ചുന്ന പുരോഹിതന്മാരെ തുറന്നു കാട്ടി വീഡിയോ ചെയ്തിട്ട് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കാണുന്നവരാരാണ്? ന്യൂനാന്യൂനപക്ഷം ആളുകളാണ്. ന്യൂനാന്യൂനപക്ഷം ആളുകളാണ് ഈ വീഡിയോസ് ഒക്കെ കാണുന്നത്. അവർ പല ആളുകൾക്കും ഷെയർ ചെയ്ത് ചില ആളുകൾ കാണുന്നു, ചില ആളുകൾ കാണുന്നില്ല. എന്നാൽ ഇപ്പൊ മറ്റുള്ളവർ ചെയ്യുന്ന പോലെയുള്ള വീഡിയോസുകൾ ഞാൻ ചെയ്ത എനിക്ക് നല്ല വ്യൂവേഴ്സ് കിട്ടും. എനിക്ക് ഈ സംസാരിക്കുന്നതിനെക്കാട്ടി നന്നായി തമാശകളൊക്കെ പറഞ്ഞ് അതിൽ സംസാരിക്കാനും പറ്റും. എനിക്കൊരു വരുമാന മാർഗമായിട്ടാണ് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അതാണല്ലോ നല്ലത്. ഇത് വരുമാന മാർഗമായിട്ടൊന്നല്ല ഞങ്ങൾ കാണുന്നത്. എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, മര്യാദക്ക് ഞാൻ ജീവിച്ച് പോകുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നീ കൊണ്ടോണ്ട. നിങ്ങളുടെ സ്ഥിരം അടവാണ് ഇതൊക്കെ. തന്റെ നേതാക്കന്മാർ പറഞ്ഞ പഠിപ്പിച്ചതുമായ കറാമത്ത് പറയാത്തത്? ഉമർമാലേക്കൊന്ന് ഇടി. നിങ്ങൾ ഉമർ മൗലവിന്റെ അതായത് മരിച്ചോല് ഔലിയാക്കൾക്ക് മരിച്ചോല് ജീവിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെ ഉമർ മൗലവി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ല അതൊന്നും? ഇത് കാണൂലല്ലോ. ഉമർ മൗലവിയുടെ പേരിൽ അതിന്റെ ഇടയ്ക്ക് ഒരു കളവ്. ഉമർ മൗലവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉമർ മൗലവി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉമർ മൗലവി എവിടെയാ പറഞ്ഞിട്ടുള്ളത് മരിച്ചവരെ ജീവിക്കാൻ ഇങ്ങനെ മഹാന്മാർക്കൊക്കെ കഴിവുണ്ട് എന്നൊക്കെ? ഉമർ മൗലവി പറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത്. ഉമർ പറഞ്ഞിട്ടുണ്ട്, നീ കാണിക്ക്. മനസ്സിലായി? എന്നാൽ അതിനുള്ള മറുപടി പറയും. ഇനി അതേപോലെ ഇവൻ എന്നിട്ട് ഈ ക്ലിപ്പിനെ കുറിച്ച് പറയുന്നത് കണ്ടോ? വേറൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു പേരോട് അബ്ദുറഹ്മാൻ സഖാഫിന്റെ എന്താ, റമീലെ ഈ വിഷയം വീഡിയോ ചെയ്യാൻ ഉശിരി കാണിക്കുവോ നീ എന്ന് ചോദിച്ചുകൊണ്ട് അതിന് മറുപടി നമ്മൾ ഇൻഷാ അല്ലാഹ് തരുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ നമ്മൾ ഈ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് ഈ ക്ലിപ്പിന് ഒന്ന് റമീലിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ധൈര്യമുണ്ടോ? ഇതെങ്ങാനും റമീൽ അവന്റെ ചാനലിൽ ഇട്ടാൽ അടുത്ത ദിവസം റമീലിന്റെ അന്നം മുട്ടും. മനസ്സിലായല്ലോ? എന്റെ അന്നം മുട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചിട്ടാണ് ഈ വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞത്. ഞാൻ ഈ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മനസ്സിലായല്ലോ? ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്റെ അന്നം എങ്ങനെയാ മുട്ടുക അതിൽ എനിക്ക് മനസ്സിലായിട്ട് ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ കമ്പനിയിൽ നിന്ന് തന്നെ പിരിച്ചോളൂ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത്. എനിക്കത് മനസ്സിലായിട്ടില്ല. ഈ കമ്പനിയിൽ നിന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് പകരം ഇതൊരു കാന്തഭക്തന്റെ കമ്പനിയല്ല. ഞാൻ ജോലി ചെയ്യുന്നത് ഒരു കാന്തപുരത്തിന്റെ അടിമയുടെ ഒരു കമ്പനി ഒന്നും അല്ല. അതുകൊണ്ട് എന്നെ ഇവിടുന്ന് പിരിച്ചു വിടുമോ എന്നൊക്കെ നമുക്ക് നോക്കിക്കാണാം. ഏതായാലും ഞാൻ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ചങ്ങായി ഇട്ട ക്ലിപ്പ് ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടി. കാരണം ഇവന്റെ ഒക്കെ
എന്താണ് തനി രൂപം, ഈ പറയുന്ന മുസ്ലിയാക്കന്മാരുടെ തനി രൂപം ഇവർ ഗ്രൂപ്പിലൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. നമുക്കിനി അടുത്തത് ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ രൂപം എന്താണ് ഇവിടെ നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി പറഞ്ഞത് എന്നും അതുപോലെ തന്നെ ഈ മുസ്ലിയാക്കന്മാർ എന്തൊക്കെയാണ് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞത് എന്നും ഏതായാലും നമുക്ക് സിദ്ദീഖുൽ മിസ്ബാഹി ഒരു അവസരം തന്നതുകൊണ്ട് ഈ പറയുന്ന പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് ആരാണ് സംസാരിക്കല്, പ്രവാചകൻ കേവല സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞവർ ആരാണ്, അതുപോലെ തന്നെ ഇവരെന്തൊക്കെയാണ് പ്രവാചകനെ കുറിച്ച് എഴുതി വെച്ചിട്ടുള്ളത്, പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ഉമർ മൗലവിയുടെ കറാമത്ത് പറഞ്ഞു എന്നതാണ് സിദ്ദീഖുൽ മിസ്ബാഹി കൊണ്ടുവന്ന ഏതാനും സെക്കൻഡുകളുള്ള തറച്ച് മുറിച്ച് ഒപ്പിച്ച ആ ക്ലിപ്പുകളിൽ ഉള്ളത്. ആ ക്ലിപ്പ് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടത് കൊണ്ട് ഗ്രൂപ്പിലിട്ട് എന്നെ വെല്ലുവിളിച്ചു എന്ന കാരണം കൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഹുസൈൻ സലഫി പറഞ്ഞതുപോലെ, ഹുസൈൻ സലഫി ഉമർ മൗലവിയെ കുറിച്ച് പറഞ്ഞതുപോലെ ഇത് ഹുസൈൻ സലഫിയുടെ കറാമത്തായിട്ട് സിദ്ദീഖുൽ മിസ്ബാഹി കുരു നല്ലോണം പൊട്ടിക്കോട്ടെ, സിദ്ദീഖുൽ മിസ്ബാഹിയുടെ കുരു നല്ലോണം പൊട്ടിക്കോട്ടെ, അതിനുവേണ്ടി തന്നെയാണ് പറയുന്നത്. ഇത് ഹുസൈൻ സലഫിയുടെ കറാമത്താണ്. നിന്നെ പോലെയുള്ള ആളുകൾ, കുറെ മന്ദബുദ്ധികൾ ഇങ്ങനെ ക്ലിപ്പ് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ വീണ്ടും ഹുസൈൻ സലഫിയുടെ ആ പഴയ പ്രഭാഷണം കേൾക്കാൻ ഇത് കാരണമായി. മനസ്സിലായല്ലോ? അവിടെ കൃത്യമായി ഹുസൈൻ സലഫി പല കാര്യങ്ങളും പറയുന്നത്. ആ പ്രഭാഷണത്തിന്റെ വീഡിയോകൾ 2 ലിങ്കുകളായിട്ടാണുള്ളത്. അത് ഞാൻ എന്റെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതേപോലെ കമന്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ എല്ലാവരും അത് കാണണം. കുബൂരി പുരോഹിതന്മാരുടെ സകല തട്ടിപ്പുകളും പൊളിച്ചടക്കി കയ്യിൽ കൊടുത്ത സുള്ളിയിൽ നടന്ന ഒരു പ്രഭാഷണമാണ്. അതിന്റെ ഭാഗമാണ് ഇദ്ദേഹം കാണിച്ചത്. സിദ്ദീഖുൽ മിസ്ബാഹി കൊണ്ടുവന്ന് ഇവിടെ എന്താണ് ഉമർ മൗലവിയുടെ കറാമത്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചത്. ഇനി ഈ ഉമർ മൗലവിയുടെ കറാമത്ത് ഹുസൈൻ സലഫി പറയാനൊരു കാരണമുണ്ടല്ലോ. അപ്പൊ സിദ്ദീഖുൽ മിസ്ബാഹി, ഞാനിപ്പോ ഹുസൈൻ സലഫിയുടെ കറാമത്ത് എന്ന് പറയാൻ വേണ്ടി ഒരു കാരണം സിദ്ദീഖുൽ മിസ്ബാഹി ആയതുപോലെ ഉമർ മൗലവിയുടെ കറാമത്ത് ഹുസൈൻ സലഫി പറയാൻ വേണ്ടി ഒരു കാരണം ഉണ്ടായത് നമ്മുടെ പേരുടെ അന്ത്രുമാൻ സക്കാഫിയാണ്. അന്ത്രുമാൻ സക്കാഫി എന്താണ് പറഞ്ഞത് എന്നതാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഉമർ മൗലവി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, ഉമർ മൗലവിയുടെ പുസ്തകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഏതാണ് ആ പുസ്തകം? ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? പറഞ്ഞോളൂ. പുസ്തകത്തിന്റെ പേര് സെൽസബീൽ എന്നാണ്. അത് ഇറക്കുന്നത് ആരാണ് എന്നറിയോ? ഉമർ മൗലവിയാണ്. ഉമർ മൗലവിയുടെ സെൽസബീൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറയുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും. ഉമർ മൗലവിയോട് വ്യക്തിപരമായി ഞങ്ങൾക്കൊരു ദേഷ്യവുമില്ല. ഇപ്പോൾ നിങ്ങളുടെ പല പ്രവർത്തനങ്ങളും കാണുമ്പോൾ കുരുവട്ടൂർ തരീക്കത്തിന്റെ ആളുകൾ പലതും പറയുന്നുണ്ട്. നിങ്ങൾ വഹാബി ചാരനാണ്, അഭിനവ ഉമർ മൗലവിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും നിങ്ങൾ ആ സെൽസബിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചല്ലോ. അങ്ങനെ പല കിതാബുകളും നിങ്ങൾ മുജാഹിദുകളുടെ കിതാബുകൾ സൂക്ഷിച്ചു വെച്ചല്ലോ. അതൊരു കറാമത്ത് തന്നെയാണ്. ഇതിലൂടെ ഞങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഇനി ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി തന്നെ വിശദീകരിക്കും. നമുക്കൊന്ന് കേൾക്കാം. ഹുസൈൻ സലഫി ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാ അല്ലാഹ്. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് ഉമർ മൗലവി സൽസബീലിൽ എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാ സലഫികളുടെ നേതാവായിട്ട് പരിചയപ്പെടുത്തുന്ന മൂപ്പര് ആ ഉമർ മൗലവി സൽസബീലിൽ എഴുതിയിട്ടുണ്ടെന്ന്, സൽസബീൽ മാസികയിൽ എഴുതിയിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണക്കാരനാണെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ് എന്നതാ മുജാഹിദിന്റെ നേതാവ് ഉമർ മൗലവി സൽസബീലിൽ എഴുതിയിട്ടുണ്ട്. അത് ശരി തന്നെ എന്ന് പേരോട് മുസ്ലിയാരുടെ നാവ് കൊണ്ട് തന്നെ അതാ മൂപ്പര് പറയേണ്ടി വന്നു. ഇത്ര കാലം നിങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത് എന്താണ് മുസ്ലിയാന്മാരെ? ഇത്ര കാലം നിങ്ങൾ നാടൊട്ടാകെ നിങ്ങളുടെ സ്റ്റേജുകളിലും നിങ്ങളുടെ പേജുകളിലും നിങ്ങൾ പറഞ്ഞതും എഴുതിയതും എന്താണ്? മുസ്ലിമീങ്ങളോട് നിങ്ങൾ പറഞ്ഞു അതാ മുജാഹിദ് അല്ലാഹുവിന്റെ റസൂലിനെ കേവലം സാധാരണക്കാരനാക്കുന്നു. പ്രമാണത്തിന്റെ പിൻബലത്തോടെ പറയുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന മുജാഹിദുകൾ
അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ്? നമുക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം ഒരു സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു എന്നാണ്. സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു എന്നാണ് മുജാഹിദുകൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതെല്ലായിടത്തും പറഞ്ഞും പ്രചരിപ്പിച്ചിട്ട് ഇപ്പൊ എന്തേ നിങ്ങൾക്ക് തോന്നിയത്? അതാ മുജാഹിദുകൾ എല്ലായിടത്തും ഈ സത്യമങ്ങ് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോ നിൽക്കക്കള്ളിയില്ലാതെയായി അല്ലേ, സത്യം പറയേണ്ടി വന്നു അല്ലേ. അതാണ് മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാഹ് അവിടുത്തെ മരണത്തിന്റെ ശേഷം അതാ ഒരു കറാമത്ത് എന്ന നിലക്ക് തന്നെ, അതാ അവിടുത്തേക്ക് കിട്ടിയ ഒരു ആദരവെന്ന നിലക്ക് തന്നെ ഇന്ന് മുസ്ലിയാക്കൾ അത് സമ്മതിക്കുന്നു. ഉമർ മൗലവിയുടെ വിശ്വാസം എന്താണ്? നബി തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയാൻ പാടില്ല. നബി തങ്ങൾ കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്ന് ഉമർ മൗലവി സെൽസബീലിൽ എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞില്ലേ? അതെ, ഓരോ കാലഘട്ടം പിന്നിടുമ്പോൾ ഹത്തങ്ങനെ വെളിച്ചത്തേക്ക് വരും കേട്ടോ. തെറ്റിദ്ധരിപ്പിക്കൽ അങ്ങനെ നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ നിങ്ങളങ്ങനെ മൻസൂഖാക്കുന്നു, ദുർബലപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുത്തെ കുറിച്ച് ഉള്ളത് മുഴുവനും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇല്ലാത്തതൊട്ട് പറയാനും പോകാറില്ല, ഇല്ലാത്തതൊട്ട് വിശ്വസിക്കാനും പോകാറില്ല. ഇത് തന്നെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും രീതി. എന്ത് രീതി? എന്താ അവിടുത്തെ രീതി? നബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലതാ അവിടുത്തെ കുറിച്ച് ഉള്ളത് പറഞ്ഞാൽ അവിടുന്ന് അംഗീകരിക്കാറുണ്ട്. അവിടുന്ന് പറഞ്ഞില്ലേ, ലാ തുതുറൂനി കമാ തുറത്തിൻ നസാറാ ഈസ ഇബ്നു മറിയം. സഹോദരങ്ങളെ, മനസ്സിലായല്ലോ? ഇവിടെ ഇവര് ഒരുപാട് കള്ളത്തരങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കും, എന്നിട്ട് അവര് തന്നെ അത് പൊളിക്കുകയാണ് ചെയ്യുന്നത്. അവര് തന്നെ അത് പൊളിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. ഈ പറയുന്നതിനിടയിലാണ് ബഹുമാന്യനായ ഹുസൈൻ സലഫി പറഞ്ഞത് ഉമർ മൗലവിയുടെ ഒരു മഹത്വമായിക്കൊണ്ട്, ഉമർ മൗലവിയുടെ ഒരു സംഭവമായിക്കൊണ്ട് ഇത് ഒരു കറാമത്ത് എന്ന രൂപത്തിൽ അദ്ദേഹം അവിടെ അവതരിപ്പിച്ചത്. ഇപ്പോൾ ഈ മിസ്ബാഹി ചെയ്ത പരിപാടിയിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഹുസൈൻ സലഫിയുടെ കറാമത്തായിക്കൊണ്ട്, ഹുസൈൻ സലഫിയുടെ കറാമത്തായിക്കൊണ്ട് ഇവിടെ ഈ ഒരു ക്ലിപ്പ് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഇനി മാലോകരനെ ആ വീഡിയോ കാണാൻ വേണ്ടി പോവുകയാണ്. ഈ വരുന്ന പ്രഭാഷണം പൂർണ്ണമായും ആളുകൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കുബൂരി പുരോഹിതന്മാർ അവർ അതിലൂടെ തിരിച്ചറിയാൻ വേണ്ടി പോവുകയാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇവിടെ എന്താണ് പറഞ്ഞത്? പിന്നെ അലവി സക്കാഫിയുടെ ഒരു ക്ലിപ്പ് നമ്മൾ കണ്ടു. പ്രാമാണികമായി വിഷയങ്ങൾ പറയുന്ന ആളുകളാണെന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യരാണ് എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ നമ്മൾ ഇനി കേൾക്കാൻ വേണ്ടി പോകുന്നത് സമസ്തയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ റഫീഖ് സലഫി ഈ വിഷയം പറഞ്ഞു തരും. സമസ്തയുടെ പുസ്തകത്തിൽ പ്രവാചകനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? റഫീഖ് സലഫി പറയും, നമുക്കൊന്ന് കേൾക്കാം. ണ്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി, ഇപ്പൊ ഞങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യനാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? മനുഷ്യപ്രകൃതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു മനുഷ്യന്മാരെ പോലെ സാധാരണ മനുഷ്യനാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇതാ നിങ്ങൾ ഈ കാണുന്നത് ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി. ഇതാ നിങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചതാ. പ്രകൃത്യ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? കാഫിറാക്കുമോ നിങ്ങളൊന്ന് പറ, കാഫിറാക്കുമോ? ഞങ്ങളും ഇതന്നെയല്ലേ പറഞ്ഞത്? പ്രകൃതിപരമായി ഉണ്ണുക, ഉറങ്ങുക, രോഗം ബാധിക്കുക തുടങ്ങിയ മനുഷ്യപ്രകൃതിയിൽ മറ്റു മനുഷ്യന്മാരെ പോലെയുള്ള പ്രകൃതം അള്ളാഹുവിന്റെ റസൂലിനും ഉണ്ടായിരുന്നു. എന്നാൽ അവിടത്തേക്ക് മറ്റു മനുഷ്യന്മാർക്കൊന്നുമില്ലാത്ത വഹ്യ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെയും ഖസായിസുകളുണ്ട്. മനുഷ്യപ്രകൃതിയിൽ മറ്റു മനുഷ്യരെ പോലെയായിരുന്നു. ഇതല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ പേരിലാണോ ഞങ്ങളെ കാഫിറാക്കുന്നത്? എന്നാൽ നിങ്ങൾ ഒരുപാട് ആളുകളെ കാഫിറാക്കേണ്ടി വരും കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ് ജനങ്ങളെ, നിങ്ങളുടെ അണികളെ പറ്റിക്കുകയോ? ഇനി മാത്രവുമല്ല, ഒരു സാധാരണക്കാരൻ പോലും പറയാത്ത ഗുരുതരമായ കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? മുസ്ലിയാരെ, നിങ്ങളുടെ ഗുരുപരമ്പരയിൽപ്പെട്ടയാളല്ലേ സദഖത്തുല്ലാ മൗലവി? ആ സദഖത്തുല്ലാ മൗലവി എന്താണ് എഴുതി വെച്ചത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവർച്ച ചെയ്തു എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച്, മുത്തുനേതാവിനെ കുറിച്ച് നിങ്ങളുടെ ഗുരുപരമ്പരയിൽപ്പെട്ട സദഖത്തുല്ലാ മൗലവി പറഞ്ഞിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞില്ലേ? ബദറിലേക്ക് നബിയും സ്വഹാബിമാരും പോയത് അത് വഴിയാത്രക്കാരെ, മുശ്രിക്കുകളെ പോലുമല്ല, വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനായിരുന്നുവെന്ന്
മുത്തുനേതാവിന്റെ പേരിൽ കടുത്ത അപരാധം പറഞ്ഞത് നിങ്ങളുടെ ഗുരുപരമ്പരയിൽപ്പെട്ടയാളല്ലേ, ആ പരമ്പരയിൽ വരുന്ന ആളല്ലേ നിങ്ങൾ എത്ര തവണ കാഫിറാകും മുസ്ലിയാരെ? ഞാനിത് വെറുതെ പറയുന്നതല്ല, കണ്ണിയത്താണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിനു വേണ്ടി, വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സദഖത്തുല്ലാഹ് മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. നിങ്ങൾ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ആളല്ലേ സദഖത്തുല്ലാഹ് മൗലവി? ആ മൗലവി എഴുതിയ വിഷയത്തിൽ കണ്ണിയത്ത് അത്ഭുതപ്പെടുന്നു എന്നാ പറഞ്ഞത്. അത്ഭുതപ്പെടാതെ ഇരിക്കോ? അത്രയും ഗുരുതരമായ കാര്യമല്ലേ? നിങ്ങള് കാഫിറാക്കുവോ മുസ്ലിയാരെ? നിങ്ങൾ കാഫിറാക്കുവോ? നിങ്ങൾ എത്ര തവണ കാഫിറാകേണ്ടി വരും? നിങ്ങൾ ഇവിടെ ചെയ്തു വെച്ച സഹോദരങ്ങളെ, റഫീഖ് സലഫി പറഞ്ഞ ആ പുസ്തകം ഇതാണ്, സുന്നി വോയിസ് വാരിക. ഈ സുന്നി വോയിസ് വാരിക എപ്പോഴാണ് ഇറങ്ങിയത്? 1978 ഫെബ്രുവരി 10 ഇറങ്ങിയതാണ്. ഇതിന്റെ ലേഖകൻ ആര്? ഉസ്താദ് പറയുന്നുണ്ട്. ആര്? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. ആരാണ് ഈ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ? പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. എന്താണ് അതിൽ പറഞ്ഞത് എന്ന് നമ്മൾ റഫീഖ് സലഫി ഉസ്താദ് പറയുന്നത് തന്നെ നമ്മൾ കണ്ടു. എന്താണ് അതിൽ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സദഖത്തുല്ലാഹ് മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. സദഖത്തുല്ലാഹ് മുസ്ലിയാർ എഴുതിയതിൽ ഞങ്ങൾ എല്ലാവരും അത്ഭുതപ്പെടുന്നു. അത്ഭുതപ്പെടേണ്ട വിഷയം തന്നെയല്ലേ? മഹാനായ നമ്മുടെ നേതാവിനെ കുറിച്ച് കവർച്ചക്കാരനാണ്, കള്ളനാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അത്ഭുതപ്പെടുകയില്ലേ? മനസ്സിലായല്ലോ? ഈ രീതിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ പ്രവാചകന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫിയുടെ സംസാരത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കേട്ടല്ലോ, എന്താണ് പ്രവാചകനെ അമിത പ്രശംസ നടത്തുന്നതിനെതിരെ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. ഈസാ നബിയെ എന്താണ് ക്രിസ്ത്യാനികളെ അമിത പ്രശംസ നടത്തുന്നത് പോലെ എന്നെ നിങ്ങൾ പ്രശംസ നടത്തരുത് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടല്ലോ. ഇനി തീർന്നോ? ഇവര് ഈ കുബൂരികൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണോ? മറ്റു പ്രവാചകന്മാരെ കുറിച്ചും പറഞ്ഞിട്ടില്ലേ? അതിനെക്കുറിച്ച് നമുക്ക് ബഹുമാന്യനായ പണ്ഡിതൻ സൽമാൻ ഇബ്നു സലീം സംസാരിക്കുന്നത് കേൾക്കാം. ഇനി ഇവര് പറയുന്നത് നിബിതങ്ങളെ നമ്മൾ സാധാരണ മനുഷ്യനാക്കി എന്നുള്ളതാണ്. സാധാരണ മനുഷ്യനാക്കി എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്. നിബിതങ്ങളെ വഹാബികൾ സാധാരണ മനുഷ്യനാക്കി. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ന് മാത്രമല്ല പല നബിമാരെയും വളരെ മോശമായി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തഫ്സീറുൽ ഖുർആൻ മലയാളം പരിഭാഷ ടി.കെ. അബ്ദുള്ള മൗലവി എഴുതിയതാണ്. ഇവിടെ യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കൊക്കെ അറിയാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ എന്ന പെണ്ണ് അദ്ദേഹത്തെ ഇങ്ങനെ മോശമായ രീതിയിലേക്ക് ക്ഷണിക്കാൻ ശ്രമിച്ചപ്പോ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ആ സംഭവം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇവര് പറയുകയാണ്, ടി.കെ. അബ്ദുള്ള മൗലവി പറയുകയാണ്, ആ സ്ത്രീയെ കണ്ടപ്പോ യൂസുഫ് അലൈഹിസ്സലാം പോയി. അപ്പോഴാണ് യജമാനനെ കാണുന്നത്. അപ്പോൾ യൂസുഫ് നബിയുടെ വിരലുകൾക്കിടയിലൂടെ ആ വികാരം ചോർന്നുപോയി. നൗദുബില്ല. ഒരു പ്രവാചകനെ കുറിച്ച് ഖുർആനിന്റെ പരിഭാഷയിൽ എഴുതിവിട്ട ആളുകളാണ് പറയുന്നത് റസൂലിനെ സാധാരണ മനുഷ്യനാക്കി. റസൂലിനെ ഈ തരത്തിൽ മോശമായ രീതിയിൽ. അതുപോലെ സുലൈമാൻ നബിയുടെ അടുത്തേക്ക് ബൽഖീസ് രാജ്ഞിയെ കൊണ്ടുവരുന്നുണ്ട്. ആ സന്ദർഭം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ബൽഖീസിലെ കാലിലെ രോമം ഗ്ലാസ്സിലൂടെ നോക്കി അത് കണ്ട് ആഗ്രഹം തോന്നിയിട്ടാണ് അവരെ വിവാഹം ചെയ്തത്. ആര്? സുലൈമാൻ നബി. ടി.കെ. അബ്ദുള്ള മൗലവി. നബിമാരെ കുറിച്ച് ഞങ്ങളാണോ നബിമാരെ നിസാരാക്കിയത്? അതല്ല, നിങ്ങളാണോ? ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹമുണ്ട് സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള. അത് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ത്വലാഖ് ചെല്ലുവാനും റസൂൽ വിവാഹം കഴിക്കണമെന്നുമുള്ള കാര്യമാണ് അള്ളാന്റെ റസൂൽ മറച്ചു വെക്കാൻ അള്ളാന്റെ കൽപ്പന വന്നു. എന്നാൽ ആ ആയത്ത് വിശദീകരിച്ചിട്ട് ഇവരുടെ പരിഭാഷയിൽ പറയുകയാണ്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബയെ കണ്ടു, എന്നിട്ട് ആഗ്രഹം തോന്നി, അത് മനസ്സിൽ മറച്ചു വെച്ചു. നഊദുബില്ലാഹ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് നബിതങ്ങൾക്ക് സൈനബയോട് ആഗ്രഹം തോന്നിയിട്ട് ആ ആഗ്രഹം റസൂല് മറച്ചു വെച്ചു. ഈ തരത്തിൽ ഒരുപാട് അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരുടെയും ഒക്കെ പേരിൽ കളവുകൾ പറയുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി അവസാനം വളരെ ആ പുകഴ്ത്തി നിന്ദിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. റസൂലിന് ഇക്കളില്ല, റസൂലിന് കോട്ടുവായില്ല, കീഴുവായില്ല, റസൂലിന്റെ കാഷ്ടം ശുദ്ധിയാണ്. ഒരു മദ്ഹാണോ? റസൂലിനെ കുറിച്ച് മൗലൂദ് ഓതുകയാണ്. എന്ത്? കാഷ്ടം, മൂത്ര, അത് കൂട്ടുവായി. ഇതൊക്കെ എവിടെ ഹദീസിലുണ്ടാ? കൊണ്ടുവരണം.
ഇവര് റസൂലിനെ കുറിച്ച് പറഞ്ഞ് എത്രത്തോളം പറഞ്ഞു എന്ന് വന്നാല് അന്ന സ്വഹാബിയൻ ഇബ്തല ഉദ്റതഹു ഫവജദഹാ ശുഹദൻ വമിസ്ക. റസൂലിന്റെ കാഷ്ട ഒരു സ്വഹാബി വിഴുങ്ങി അത്രേ. അപ്പൊ അതിൽ നിന്ന് മിസ്കും അതുപോലെ തന്നെ തേനിന്റെ രുചി ഉണ്ടായി. മദ്ഹ റസൂലിനെ ഈ തരത്തിൽ റസൂലിനെ നിന്ദിക്കുന്ന തരത്തിലേക്ക്. എന്നിട്ട് ഈ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തി പോലും. ഫബലഗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖബറു. ഈ കാര്യം റസൂലിനെത്തിയപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എത്രേ, മൻ ഖാലത ബതുനഹു ബതുനി, എന്റെ വയറുമായിട്ട് ആരുടെയെങ്കിലും പള്ളം യോജിച്ചാൽ ഹറമഹുല്ലാഹു അലന്നാർ, അവനെ അല്ലാഹു നരകത്തെ തൊട്ടും ഹറാമാക്കി. നഊദു ബില്ലാഹ്. അങ്ങനെ പറഞ്ഞെങ്കിൽ ഹദീസിൽ കാണണ്ടേ? ആ ഹദീസ് തോക്കെ സക്കാഫി കൊണ്ടുവരണം. റസൂലിനെ മദ്ഹ് പറയുകയാണ്, ആ കാഷ്ടം വിഴുങ്ങി. എന്നിട്ട് റസൂൽ പറഞ്ഞത്ര നരകം ഹറാമാക്കി. നഊദു ബില്ലാഹ്. കേട്ടിലെ സഹോദരൻ, ഇതുപോലെ പച്ച തോന്നിവാസങ്ങൾ മുസ്ലിയാക്കന്മാർ നിരവധി പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടാണ് പറയുന്നത് മുജാഹിദുകൾ പ്രവാചകൻ ഇല്ല എന്ന് പറയുന്നവരാണ്, പ്രവാചകൻ അംഗീകരിക്കാത്തവരാണ് എന്ന്, പ്രവാചകൻ സാധാരണ മനുഷ്യനാണ് എന്ന്, പ്രവാചകനെ നിന്ദിക്കുന്നവരാണ്, പ്രവാചകന്മാരെ നിന്ദിക്കുന്നവരാണ്, അതുപോലെ തന്നെ മഹാന്മാരെ നിന്ദിക്കുന്നവരാണ്, അതുപോലെ തന്നെ കറാമത്ത് നിഷേധികളാണ്, മുഅ്ജിസത്ത് നിഷേധികളാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ മുജാഹിദുകളുടെ പേരിൽ വെച്ച് കിട്ടുന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. സിദ്ദീഖുൽ മിസ്ബാഹ് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇട്ടത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അള്ളാഹു ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള പുരോഹിതന്മാരുടെ ഫിത്നയിൽ നിന്ന് അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.